അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്, അപ്പം എല്ലാവർക്കും അത് പറ്റണം എന്നില്ല. പക്ഷെ വൃദ്ധ ദമ്പതിമാരായുള്ള ജയപ്രകാശേട്ടനെയും രശ്മി ചേച്ചിയെയും കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചത് എല്ലാവരും ഓർക്കുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇവരെ ബന്ധപ്പെടുത്തി ചെറിയ വിവാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ. രശ്മിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ല. ജയപ്രകാശിന് എന്താണോ താല്പര്യം അത് തന്നെ രശ്മിയും കഴിച്ചോളൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ. ഡയറ്റിന്റെ പേരും പറഞ്ഞ് രശ്മി ചേച്ചിക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും കഴിക്കാൻ പോലും ജയപ്രകാശേട്ടൻ സമ്മതിക്കുന്നില്ല. രശ്മിയുടെ മകളുടെ യൂട്യൂബ് ചാനലിൽ വന്നൊരു വീഡിയോയിൽ ഇങ്ങനെ ചില കാര്യങ്ങൾ രശ്മി തന്നെ തുറന്നു പറഞ്ഞതോടെയാണ് ഇത് വിവാദമായി മാറുന്നത്. ഈ വയസ്സാം കാലത്ത് കല്യാണം കഴിച്ച് മറ്റൊരാളുടെ അടിമാകേണ്ട ആവശ്യമുണ്ട്? സ്വന്തം ഇഷ്ടത്തിന് അടിച്ചു പൊളിച്ച് ജീവിച്ചാൽ മതിയായിരുന്നില്ലേ? ഇഷ്ടമുള്ള ഭക്ഷണം പോലും കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തൊരവസ്ഥയാണ്. ഇങ്ങനെ പല വിധത്തിലുള്ള കമന്റുകളാണ് ഈ വീഡിയോക്ക് താഴെ വന്നത്. ഇത് വലിയ വിവാദമായി മാറി. രശ്മി ചേച്ചി കല്യാണം കഴിച്ച് കുടുങ്ങി, ഭർത്താവ് ഭയങ്കര കൺട്രോളിംഗിലാണല്ലോ എന്നൊക്കെ പലരും പറയാൻ തുടങ്ങി. ജയപ്രകാശ് ഏട്ടന് നേരെ ചെറിയ രീതിയിൽ സൈബർ അറ്റാക്ക് ഉണ്ടാവുകയും ചെയ്തു. ഭർത്താവ് പച്ചക്കറിയും ഫ്രൂട്ട്സും കഴിക്കാൻ സമ്മതിക്കുന്നില്ല എന്നൊക്കെ രശ്മി ചേച്ചി തന്നെയാണ് വീഡിയോയിൽ വന്നിരുന്നു പറഞ്ഞത്. അത് കേട്ടപ്പോൾ സ്വാഭാവികമായും ആളുകൾക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ അവർ അതിനെതിരെ കമന്റ് ചെയ്തു. അതാണ് സംഭവിച്ചത്. എന്തായാലും ഇത് ഇത്രയും വിവാദമായി മാറിയതോടെ രശ്മി ചേച്ചിയുടെ മകൾ ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഒരു വിശദീകരണവുമായി വീഡിയോ ചെയ്തു. നമ്മൾ എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. ഹലോ ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എന്തോ കാര്യമായിട്ട് സംസാരിക്കാൻ വന്നതാണ്. ശരിക്കും ഞാൻ കാര്യമായിട്ട് സംസാരിക്കാൻ തന്നെയാണ് വന്നിരിക്കുന്നത്. അപ്പം ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങൾ ഇപ്പൊ അറിയായിരിക്കും, സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചില എന്താ പറയാ മെസ്സേജസും ചില വീഡിയോസും വീണ്ടും വൈറലായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ വൈറലിനൊരു ഉത്തരവാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞാനാണ്. അപ്പൊ അതുകൊണ്ട് അതിന് സമ്മതിച്ചെന്നല്ലോ, സന്തോഷം. ഇങ്ങനെ വളരെ പേഴ്സണൽ ആയി വെക്കേണ്ട കാര്യം യൂട്യൂബിൽ എടുത്തിട്ടതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. സോ നിങ്ങളുടെ അമ്മയ്ക്കും അങ്കിളിനും ഇപ്പം കിട്ടുന്ന സൈബർ അറ്റാക്കിന് നിങ്ങൾക്കും ഒരു പങ്കുണ്ട്. അവരവരുടെ പാർട്ടിന് ജീവിക്കാൻ വിട്ടാൽ മതിയായിരുന്നില്ലേ? വെറുതെ എന്തിനാണ് നാട്ടുകാർക്ക് ജഡ്ജ് ചെയ്യാൻ വേണ്ടി യൂട്യൂബിൽ കൊണ്ടുവന്നിട്ടത്? അതുകൊണ്ടാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ബാക്കി പറഞ്ഞിട്ടുണ്ടായത് അതിനൊരു ക്ലാരിറ്റി എന്നുള്ളതല്ല, നഗ്ന സത്യം അങ്ങ് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോ സംഭവം കഴിഞ്ഞ ദിവസം നമ്മള് അമ്മയും അങ്കിളും നാട്ടിൽ വന്ന സമയത്ത്, നാട്ടിലല്ല ഇവിടെ എറണാകുളത്ത് വന്ന സമയത്ത് ഞാൻ കാഷ്വലി അവിടെ ചെല്ലുമ്പോഴത്തേക്ക് നമുക്ക് അമ്മ വരുമ്പോഴത്തേക്ക് അമ്മ നമുക്ക് ഫുഡ് ഉണ്ടാക്കി തരും, നമ്മൾ അവിടെ പോയി ചായ കുടിക്കാറുണ്ട്, അല്ലെങ്കിൽ അമ്മ ഇങ്ങോട്ട് വരാറുണ്ട്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അന്ന് വൈകുന്നേരം ഞാനും സെന്ദ്രേട്ടനും വൈകിട്ട് ഞങ്ങൾ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് ചെന്ന് എന്നിട്ട് അമ്മ ചായ ഒക്കെ ഇട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചായ ഒക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്കിൾ ചായ കുടിക്കില്ല, അത് വേറെ, അത് നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ഞങ്ങളെല്ലാം ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് ഞാൻ പറഞ്ഞു ഇങ്ങനെ നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു Q&A വീഡിയോയുടെ അകത്ത് നമ്മൾ ഫുഡ് റൂട്ടീന്റെ കാര്യം ഇങ്ങനെ പറഞ്ഞു വന്നപ്പോഴത്തേക്കും എന്തോ ഇവരിങ്ങനെ രാവിലത്തെ ഫുഡ് ഇങ്ങനെ എഗ്ഗാണ് കഴിക്കുന്നതെന്ന് പറഞ്ഞപ്പം അതിന്റെ ഇടയിൽ ഞാൻ കയറി സംസാരിച്ച് ഇതിങ്ങനെ ക്ലാഷ് ആയി. അതായത് ബാക്കി അവരുടെ ഫുഡ് എന്താണ്, അവരുടെ ഉച്ചയ്ക്ക് എന്താണ് കഴിക്കുന്നത് എന്നുള്ളതൊന്നും പറഞ്ഞില്ല. ശരിക്കും അത് പറയാൻ പോലും ഉദ്ദേശിച്ചതല്ല. പക്ഷെ ഞാനത് അത്ര വലിയ കാര്യമായിട്ട് പറയണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാനത് കട്ട് ചെയ്ത സാധനം കുറെ പേര് കമന്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫുഡ് റൂട്ടീൻ എങ്ങനെയാണെന്ന്, അത് എന്താണ് ആ ഡയറ്റ്, അതൊന്ന് പറയൂ, അത് കംപ്ലീറ്റ് ചെയ്യാൻ സമ്മതിച്ചില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, ഞാൻ എന്റെ ഇടയിൽ കയറി ഇന്റർഫിയർ ചെയ്തോണ്ടാണല്ലോ. എന്നാ പിന്നെ അമ്മയുടെയും അങ്കിളുടെയും ഫുഡ് റൂട്ടീനെ കുറിച്ച് ഒരു കംപ്ലീറ്റ് വീഡിയോ തന്നെ ചെയ്യാമെന്ന് വെച്ചു അല്ലെ? അത് തന്നെയാണ് പ്രശ്നമായത്. ആദ്യ വീഡിയോയിൽ മുടങ്ങി പോയത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. ഇവരുടെ പ്രേക്ഷകർ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഇതിങ്ങനെ പുലിവാലായി മാറുമെന്ന് ഇവര് സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആളുകൾ അങ്ങനെ പലതും റിക്വസ്റ്റ് ചെയ്യും, ഫുഡ് റൂട്ടീൻ ചെയ്യൂ, ഡേ ഇൻ മൈ ലൈഫ് ചെയ്യൂ, അങ്ങനെ പലതും പറഞ്ഞു വരും. അതിനൊക്കെ നിന്ന് കൊടുക്കുമ്പോൾ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയണം. അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ. ഫുഡ് റൂട്ടീനെ കുറിച്ച് ഒരു നോർമൽ ആയിട്ടുള്ള വീഡിയോ ആയിരുന്നു ചെയ്തതെങ്കിൽ ഇത്ര വലിയ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷെ നിങ്ങളുടെ വീഡിയോ നോർമൽ ആയിരുന്നില്ല. ഡയറ്റിന്റെ പേരും പറഞ്ഞ് ജയപ്രകാശൻ അയാളുടെ ഫുഡ് റൂട്ടീൻ രശ്മിയുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നതായിട്ടാണ് കണ്ടവർക്ക് ഫീൽ ആയത്. അതുകൊണ്ടാണ് എല്ലാവരും അങ്ങനെ പ്രതികരിക്കാൻ കാരണം. ബാക്കി പറഞ്ഞാലും ഈ നമ്മുടെ ഹോം ടൂർ ചെയ്യും. അതേപോലെ തന്നെ ഈ ഹോം ടൂർ ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി അമ്മ ഇല്ലാത്തൊരു സമയത്ത് അമ്മയുടെ ഒരു വീടിന്റെ, അമ്മ കല്യാണം കഴിഞ്ഞ് പോയ സമയത്ത് വീടിന്റെ ഹോം ടൂർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്തും ഇതേപോലെ എങ്ങനെയായിരുന്നു ആ വീട് ഇരുന്നത് എന്നുള്ളതൊക്കെ അന്നത്തെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പം അങ്കിളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം, അങ്കിൾ വന്നതിന് ശേഷം സ്വാഭാവികമായിട്ടും നമ്മളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിപ്പോൾ ഒരു ആണാണെങ്കിലും ഒരു പെണ്ണാണെങ്കിലും നമ്മുടേതായ കുറെ രീതിയിലേക്ക് ആ വീടിനെ മാറ്റാനായിട്ട് നമ്മൾ ശ്രമിക്കും. അറ്റ്ലീസ്റ്റ് നമ്മുടെ റൂം, നമ്മുടെ കിച്ചണൊക്കെ നമ്മൾ മാറ്റാനായിട്ട് ശ്രമിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയിൽ അങ്കിൾ ഇവിടെ വന്നിട്ട് അങ്കിൾ കുറച്ചുകൂടെ കൺവീനിയന്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇങ്ങനെ ചെയ്താലോ എന്നും പറഞ്ഞ് രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് കുറെ കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്തതാണ് ആ ഹോം ടൂറിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ നമ്മുടെ പറഞ്ഞാൽ നമുക്ക് ഇപ്പൊ അങ്ങ് ചെയ്താലോ എന്ന്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഇട്ടിരിക്കുന്ന വളരെ കാഷ്വൽ ആയിട്ടുള്ള ഒരു ഡ്രസ്സ്, ലിപ്സ്റ്റിക്ക് മാത്രം ഉണ്ടെന്ന് തോന്നുന്നു അതിന്റെ അകത്ത്. അങ്ങനത്തെ ഒരു നോർമലി ഒരു വീട്ടിലിരിക്കുന്ന ഒരു ടീഷർട്ടും ഒരു പാന്റ് സൂട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. അമ്മയാണെങ്കിലും അതേപോലെ തന്നെ അമ്മ അന്ന് വൈകുന്നേരം ഇതുണ്ടാക്കിയതും അന്ന് ഉച്ചയ്ക്ക് ബിരിയാണി ഉണ്ടാക്കി, ഞങ്ങൾക്ക് എല്ലാവർക്കും ബിരിയാണി, അത് മട്ടൻ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അമ്മ കുറച്ച് ടയർഡ്
ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പൊ അമ്മ പറഞ്ഞു ഞാനൊന്ന് ഒരുങ്ങിയിട്ട് വരാം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ ഇത് കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോക്കല്ലേ, ഇതിൽ ഒരുങ്ങിയൊന്നും വേണ്ട, നമുക്ക് അങ്ങ് എടുക്കാം, ഞാൻ ഒരുങ്ങിയിട്ടൊന്നുമില്ല, നമുക്ക് അങ്ങ് എടുക്കാം എന്നും പറഞ്ഞിരുന്നതാണ്. അപ്പം നോർമലി അമ്മ എപ്പോഴും നല്ല ഒരുങ്ങി സുന്ദരിയായിട്ടൊക്കെയാണ് നമ്മുടെ വീഡിയോസിലാണെങ്കിലും അമ്മ പുറത്ത് വീട്ടിലാണെങ്കിലും ഞാൻ പറയില്ല, എപ്പോഴും നിന്നാലും അമ്മ നല്ല മേക്കപ്പ് എന്നല്ല, പക്ഷെ നല്ല പ്രസന്റബിൾ ആയിട്ടാണ് അമ്മ നിൽക്കുന്നത്. പക്ഷെ അന്ന് അമ്മ ടയർഡ് ആയിരുന്നു. ആഫ്റ്റർ കുറച്ച് ജോലിയൊക്കെ ചെയ്തതിന് ശേഷം അമ്മ കുറച്ച് അങ്ങനെ പറ. അമ്മയുടെ അപ്പിയറൻസ് ആയിരുന്നു ആളുകൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിരുന്നത്. നിങ്ങളുടെ വീഡിയോ വിവാദമാകാൻ കാരണം അമ്മയുടെ ആറ്റിറ്റ്യൂഡും അപ്പിയറൻസും തന്നെയാണ്. കല്യാണ വീഡിയോയിലും അതുപോലെ തന്നെ ഇന്റർവ്യൂകളിലും ഒക്കെ നല്ല ചുറുചുറുക്കുള്ള അമ്മയെ കണ്ട് ശീലിച്ചവരുടെ മുന്നിലേക്ക് തീർത്തും ക്ഷീണിതമായിട്ടുള്ള അമ്മയെ കാണിച്ചതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. എപ്പോഴും നല്ലോണം ഒരുങ്ങി പ്രസന്റബിൾ ആയിരിക്കുന്ന ഒരാളെ പെട്ടെന്നൊരു ദിവസം ക്ഷീണിച്ച് കാണുമ്പോൾ ആളുകൾ അത് പ്രത്യേകം നോട്ട് ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ ഈ ഡയറ്റിന്റെ കാര്യം കൂടി അറിഞ്ഞപ്പോ വെറുതെ അല്ല അമ്മ ക്ഷീണിച്ചത്. ജയപ്രകാശായിട്ട് മര്യാദക്ക് ഫുഡ് കൊടുക്കാത്തത് കൊണ്ടാണെന്ന് ആളുകൾ അങ്ങോട്ട് ഉറപ്പിച്ച്. അതാണ് ഉണ്ടായത്. അമ്മയുടെ സംസാരവും അങ്ങനെ തന്നെയായിരുന്നു. എനിക്ക് ഫ്രൂട്ട്സ് വാങ്ങിച്ചു തരുന്നില്ല, പച്ചക്കറി വാങ്ങിച്ചു തരുന്നില്ല, ചിക്കനും മട്ടനും നട്ട്സൊക്കെ കഴിച്ച് മടുത്തു, ഛർദിക്കാൻ വരുന്നു, ഇങ്ങനെയൊക്കെ ആയിരുന്നു അമ്മ വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ഇതെല്ലാം അമ്മയുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണെന്നുള്ളതാണ് അമ്മയുടെ സംസാരം കേട്ടാൽ ആർക്കായാലും തോന്നുക. അതിന്റെ കൂട്ടത്തിൽ അമ്മയുടെ ക്ഷീണിച്ചുള്ള ഇരുത്തം കൂടി ആയപ്പോൾ എല്ലാം പൂർത്തിയായി. അമ്മ കുറച്ചുകൂടെ ഒന്ന് ഒരുങ്ങി വന്നിരുന്നെങ്കിൽ ഇത്ര പ്രശ്നമാവില്ലെന്ന് തോന്നുന്നു. ബാക്കി പറഞ്ഞാലും അങ്ങനെ അപ്പോഴാണ് നമ്മൾ വിചാരിച്ചത് എന്നാ ശരിയാണ് നമുക്ക് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇനി ഒരുങ്ങാനൊന്നും നിൽക്കേണ്ട സമയമില്ല, എനിക്ക് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ടായിരുന്നു, ഏട്ടനും പോണായിരുന്നു. അപ്പൊ ഏട്ടനാണ് എനിക്ക് വീഡിയോ എടുത്തു തരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് പെട്ടെന്ന് നിങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ആ ഹോം ടൂർ ചെയ്യാനായിട്ട് നിന്നത്. അപ്പൊ അതിന് മുന്നേ ഇങ്ങനെ കാഷ്വലായിട്ട് സംസാരിച്ച് നമ്മൾ പറയുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ പറഞ്ഞത് എന്നാൽ ആ ഫുഡിന്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞിട്ടാണ് ഫുഡ് റുട്ടീന്റെ കാര്യങ്ങൾ പറഞ്ഞത്. അത് വളരെ ജെനുവിൻലി ഫുഡ് എങ്ങനെയാണ് ആ ഡയറ്റ് ഒന്ന് പറയാമോ, മേ ബി അവർക്ക് അത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും അവരുടെ ഡെയിലി ലൈഫിൽ അങ്ങനെ ചോദിച്ചതായിരിക്കും. നമ്മുടെ അടുത്തൊക്കെ സജഷൻ ചോദിക്കുള്ളൂ. ഇപ്പൊ എന്റെ 3:30 AM മോർണിംഗ് റുട്ടീൻ കണ്ടിട്ടുള്ള പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് എണീക്കുന്നത്, ആ സമയത്ത് എങ്ങനെ എണീക്കാൻ പറ്റും, അല്ലെങ്കിൽ എണീറ്റിട്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ എണീക്കാൻ എന്ത് ചെയ്യണം, അങ്ങനെ കുറെ ടിപ്സ് ചോദിക്കുന്ന പോലെയാണ് ഞാൻ വിചാരിച്ചത് ഡയറ്റ് അങ്ങനെ ചോദിച്ചതായിരിക്കും. അങ്ങനെ വളരെ സത്യസന്ധമായിട്ട് പ്രത്യേകിച്ചും അങ്കിള് പറയുന്ന ഓരോ വാക്കിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും ആ മനുഷ്യൻ എത്രത്തോളം ജെനുവിൻ ആണ്, എത്ര സത്യസന്ധമായിട്ടാണ്. ഇപ്പം ഒരു കാര്യം അങ്കിൾ അങ്ങനെ അല്ല എന്ന് പറയണില്ലേ. അപ്പൊ ഇതിലൊന്നും അങ്കിള് ഇന്റർഫിയർ ചെയ്ത് ഞാൻ ഇന്നലെ നിനക്ക് ഫ്രൂട്ട്സ് മേടിച്ച് തന്നില്ലേ, ഇല്ലെങ്കിൽ ഇന്നലെ നിനക്ക് മാങ്ങയും ചക്കി ഇവിടെ കൊണ്ട്. ഇപ്പൊ ഞാൻ അന്ന് അവിടെ ഇരിക്കുന്ന സമയത്ത് പോലും ആ ഫ്രൂട്ട്സ് ബാസ്ക്കറ്റിന്റെ അകത്ത് പൊമഗ്രനേറ്റ് ഉണ്ട്, മാങ്ങയുണ്ട്, പഴമുണ്ട്, ഇത്രയും സാധനങ്ങൾ. പക്ഷെ അമ്മ അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. ബ്രേക്ക്ഫാസ്റ്റിന് പോലും ഫ്രൂട്ട്സ് കഴിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പൊ എനിക്ക് ഒട്ടും ഫ്രൂട്ട്സ് വാങ്ങി തരുന്നില്ല. പണ്ട് തായ്ലൻഡിലേക്ക് ഹണിമൂണ് പോയ സമയത്താണ് അവസാനമായി ഫ്രൂട്ട്സ് കഴിച്ചത് എന്നൊക്കെ ആയിരുന്നല്ലോ അമ്മ പറഞ്ഞിരുന്നത്. അവിടെ ഫ്രിഡ്ജിൽ മാങ്ങയും പഴവും ഒക്കെ ഉണ്ടായിരുന്ന കാര്യം ആരും പറഞ്ഞില്ലല്ലോ. നിങ്ങൾ എന്താണോ പറയുന്നത് അതല്ലേ ആൾക്കാർ കേൾക്കുക. നിങ്ങൾ പറയാത്ത കാര്യം ഗണിച്ചു നോക്കാൻ ആൾക്കാർക്ക് കഴിവൊന്നുമില്ലല്ലോ. സംഭവം നിങ്ങൾ എന്തോ വലിയ സംഭവമാക്കി നിങ്ങളുടെ ഡയറ്റിനെയും ജീവിത രീതിയെയും പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചതാണ്. പക്ഷെ നിങ്ങൾ പ്രതീക്ഷിച്ച പോലെ ഒരു റെസ്പോൺസ് ഇല്ല നിങ്ങൾക്ക് കിട്ടിയത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം ഫ്രൂട്ട്സ്, അതെനിക്ക് വാങ്ങി തരാറേ ഇല്ല എന്ന് അമ്മ പറയുമ്പോൾ ആളുകൾ എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുക എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞേണ്ട ആവശ്യമില്ല. ഇത് സോഷ്യൽ മീഡിയ ആണ്. ഓരോ വാക്ക് നമ്മൾ സൂക്ഷിച്ച് വേണം പറയാൻ, അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യപ്പെടും, വിമർശിക്കപ്പെടും, തേച്ചൊട്ടിക്കപ്പെടും. ഇങ്ങനെ കുറെ റിസ്കുകൾ ഉണ്ട്. ഈ റിസ്കുകളെല്ലാം ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് വേണം നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങാൻ. നിങ്ങൾ ഒരു പക്ഷെ വളരെ സത്യസന്ധമായിട്ടും ജെനുവിനായിട്ടും ഒക്കെ ആയിരിക്കും കാര്യങ്ങൾ പറയുന്നത്. പക്ഷെ ഇത് കേൾക്കുന്ന ആളുകൾ പലതരത്തിലുള്ളവരാണ്. നിങ്ങൾ പറയുന്ന അതേ സെൻസിൽ അത് അവർ എടുക്കണമെന്നില്ല. സോ തീർത്തും പേഴ്സണൽ ആയിട്ടുള്ള വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് വിളമ്പുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കും, അല്ലെങ്കിൽ പിന്നീട് ഇതുപോലെ ദുഃഖിക്കേണ്ടി വരും. ബാക്കി പറഞ്ഞാലും സംഭവം എന്ന് വെച്ചാൽ എന്റെ അമ്മ നോർമലി കഴിക്കുന്ന ഒരു രീതിയിൽ ഫ്രൂട്ട്സ് കഴിക്കുന്ന ആളല്ല. അതായത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അച്ഛനും ഫ്രൂട്ട്സ് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. പിന്നെ അച്ഛന്റെ കട, അച്ഛന്റെ ഹോട്ടൽ ബിസിനസ് ആയിരുന്നു. അപ്പൊ അതിന്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ കുറെ ഫ്രൂട്ട് ഷോപ്പ് ഉണ്ട്. അപ്പൊ അച്ഛൻ എന്ന് രാത്രി വരുമ്പോൾ ഒരു വലിയ കിറ്റ് നേരെ ഫ്രൂട്ട്സ് മേടിച്ചുകൊണ്ട് വരും. മേ ബി ഓറഞ്ച് സീസൺ ആണെങ്കിൽ ഒരു 2 കിലോ ഓറഞ്ച് അല്ലെങ്കിൽ 3 കിലോ ഓറഞ്ച് കൊണ്ടുവന്ന രാത്രി ഇവർ രണ്ടുപേരും കൂടെ അങ്ങനെ ഇരുന്ന് ആ ഓറഞ്ച് മൊത്തം തീർക്കും. അങ്ങനത്തെ ടീമുകളാണ്. അങ്ങനെയുള്ള ഒരാളോടാണോ പെട്ടെന്ന് ഒരു ദിവസം പോയി നീ ഫ്രൂട്ട്സ് കഴിക്കരുത് എന്നൊക്കെ പറയുന്നത്? അടിപൊളി. ഈ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ ആളെ കൊല്ലുന്ന സാധനമൊന്നുമല്ലല്ലോ, അൺഹെൽത്തിയുമല്ല. എന്ത് സാധനമാണെങ്കിലും ആവശ്യത്തിലധികം കഴിക്കാൻ പാടില്ല, അത് ശരിയാണ്. എന്നാലും അത്രയും ഇഷ്ടമുള്ള ഒരു സാധനം, അതും എല്ലാവരും ഹെൽത്തി ആയി കാണുന്ന ഒരു സാധനത്തെ ഇനി കഴിക്കരുത് എന്ന് പറഞ്ഞതിന് പിന്നുള്ള ലോജിക്ക് എന്താണ്? ഇതൊക്കെ തന്നെയാണ് പ്രശ്നം. ബാക്കി പറഞ്ഞാലോ ഒരാൾക്ക് പെട്ടെന്ന് ഫ്രൂട്ട്സിന്റെ ഇതിപ്പോ നമ്മളിപ്പോ കടയിൽ പോയി എത്രയാ ഞാനൊക്കെ കടയിൽ പോയി കഴിഞ്ഞാൽ ഒരു 2 കിലോ ഓറഞ്ച് ഒന്നും ഞാൻ മേടിക്കത്തില്ല. എനിക്ക് ആവശ്യമുള്ള ഒരു 5, 6 അല്ലെങ്കിൽ 10 ഓറഞ്ച് ഞാൻ മേടിക്കുമായിരിക്കും. അത്രയോ, അല്ലെങ്കിൽ ഫ്രൂട്ട്സ് നമുക്ക് ഒരു 2, 3, 4 ആപ്പിൾ മേടിക്കുമായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അല്ലാണ്ട് കിലോ കണക്കിനുള്ള ഒരു കണക്ക് നമുക്കില്ല. അപ്പം അങ്കിളും അങ്ങനെയാണ്. അമ്മയ്ക്ക് ഇപ്പൊ അങ്കിളുടെ ഒരു രീതി എന്ന് വെച്ചാൽ ഓറഞ്ച് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 10 ഓറഞ്ച് വാങ്ങിക്കഴിഞ്ഞാൽ അത് കഴിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ വേറെ വാങ്ങിക്കാം. അങ്ങനെ, കാരണം അങ്കിള് കഴിക്കാറില്ല ഫ്രൂട്ട്സ്. അത് അങ്കിളുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പ്രത്യേകിച്ചും രോഹിത്ത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് അങ്കിളുടെ മൂത്ത മകൻ രോഹിത്ത് ഉള്ളത് പോളണ്ടിലാണ്.
രോഹിത്തും വൈഫും ജസ്റ്റിനും ഇവർ രണ്ടുപേരും ഭയങ്കര ഫിറ്റ്നസ് ഫ്രീക്കാണ്. ഇവർ രണ്ടുപേരും ലിഫ്റ്റ് ചെയ്യുന്ന വെയിറ്റും അല്ലെങ്കിൽ അവരുടെ ഒരു ലൈഫ് സ്റ്റൈലും എല്ലാം കണ്ടിട്ട് ഇതിൽ കുറെ റിസർച്ച് ചെയ്തിട്ടാണ് രോഹിത്ത് അങ്കിളിന്റെ അടുത്ത് പറയുന്നത് ഇങ്ങനത്തെ ഒരു ഡയറ്റ് ഫോളോ ചെയ്താൽ മതി. കാരണം ഒരു അങ്കിളിന് കുറച്ച് കൊളസ്ട്രോൾ ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കൊളസ്ട്രോളൊന്നും ഇത് കൂടാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിട്ടാണ് ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്. പക്ഷെ ടച്ച് വുഡ് ഇതുവരെ അതിന് ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അങ്കിളുടെ കൊളസ്ട്രോൾ ലെവൽ കൂടുകയോ അല്ലെങ്കിൽ അങ്കിളുടെ ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഹീസ് വെരി ഹെൽത്തി. അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് പൊക്കോണ്ടിരിക്കുമ്പോൾ എന്തുകൊണ്ട് ഇവർക്ക് അത് കഴിക്കാൻ അങ്കിൾ ഓക്കെ ആണെങ്കിൽ എന്തുകൊണ്ട് അവരിത് വേണ്ടെന്ന് വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കില്ല അങ്കിളിന്. ഇപ്പൊ എനിക്ക് എന്റെ അടുത്ത് ഞാൻ എന്റെ വെയിറ്റ് കുറയ്ക്കുന്ന സമയത്ത് ഞാൻ കീറ്റോ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 2 മാസത്തോളം ഞാൻ ഈ പറയുന്ന പോലെ ഈ മീറ്റും അങ്ങനത്തെ ഭയങ്കര ഹെവി ഫാറ്റുള്ള കാര്യങ്ങൾ തന്നെ കഴിച്ച് എനിക്ക് മടുത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ വൊമിറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു. എന്നിട്ട് ഞാൻ ആ സംഭവം നിർത്തി. അപ്പം എല്ലാവർക്കും അത് അതെ, അത്രേ നമ്മളും പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും അത് പറ്റണമെന്നില്ല. നിങ്ങൾ തന്നെ പറഞ്ഞു ഞാൻ കീറ്റോ ഡയറ്റ് എടുക്കാൻ ശ്രമിച്ചു, പക്ഷെ എനിക്കത് കഴിയുന്നില്ല, അങ്ങനെ ഞാനത് നിർത്തിയിരുന്നു. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഡയറ്റ് എടുക്കുമ്പോൾ നിങ്ങളുടെ അമ്മക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. എല്ലാവർക്കും ഒരുപോലുള്ള ഡയറ്റ് പ്ലാൻ വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. ഇപ്പൊ അങ്കിളിന്റെ മകന് സെറ്റാക്കി കൊടുത്തൊരു ഡയറ്റ് പ്ലാൻ ഉണ്ട്. അതാണ് അങ്കിൾ ഫോളോ ചെയ്യുന്നത്. അങ്കിളിന് അത് ഓക്കെയാണ്, കുറെ കാലമായി ഫോളോ ചെയ്യുന്നതാണ്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അങ്കിളുടെ ജീവിതത്തിലേക്ക് കയറി ചെല്ലുന്ന നിങ്ങളുടെ അമ്മയോട് അതേ ഡയറ്റ് പ്ലാൻ തന്നെ സ്ട്രിക്റ്റ് ആയി ഫോളോ ചെയ്യാൻ പറയുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അമ്മക്ക് അമ്മയുടേതായ ഇഷ്ടങ്ങൾ നോക്കി ഒരു ഡയറ്റ് പ്ലാൻ സെറ്റാക്കി കൊടുക്കുകയല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് കീറ്റോ ഇഷ്ടമില്ലാത്തത് കൊണ്ട് നിങ്ങൾ അത് നിർത്തി. നിങ്ങൾക്ക് അത് സ്വന്തമായി തീരുമാനിക്കാനുള്ള ഫ്രീഡം ഉണ്ടായിരുന്നു. പക്ഷെ അമ്മക്ക് ആ ഒരു ഫ്രീഡം ഇല്ല എന്നുള്ളൊരു തോന്നൽ നിങ്ങളുടെ വീഡിയോ കാണുമ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അമ്മ പെട്ടുപോയൊരു ഫീല്. അതുകൊണ്ടാണ് ആളുകൾ ഇത് ഇത്രയും വലിയ വിവാദമാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയാണ് എന്തായാലും എന്റെ കൂടെ എനിക്കറിയാവുന്ന പല ഫ്രണ്ട്സും കീറ്റോ കുറെ മാസങ്ങൾക്ക് ശേഷം ചെയ്ത് നല്ല റിസൾട്ട് വരുത്തിയവരും കീറ്റോ കൊണ്ട് മാത്രം വെയിറ്റ് ലോസ് ചെയ്തവരും ഉണ്ട്. അപ്പം ചിലർക്ക് അത് ഓക്കെ ആയിരിക്കും, ചിലർക്ക് അത് ഓക്കെ ആയിരിക്കില്ല. അങ്കിളിന് അത് പെർഫെക്റ്റ്ലി സ്യൂട്ട് ആവുന്നുണ്ട്. അങ്കിൾ ഹെൽത്തി ആയിട്ടും അങ്കിളിന് ആ ഡയറ്റ് കഴിക്കുന്നതിനോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാ ദിവസവും മട്ടൺ അല്ലെങ്കിൽ എല്ലാ ദിവസവും ചിക്കൻ കഴിക്കുന്നതോ അല്ലെങ്കിൽ രാവിലെ എഗ്ഗ് കഴിക്കുന്നതിനോ അങ്കിളിന് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് അങ്കിൾ അത് കഴിക്കണം. ഒരിക്കൽ പോലും ഇത്രയും ദിവസം ഇപ്പം എത്രയാ ജാനുവരി 3 കല്യാണം കഴിഞ്ഞിരിക്കുന്നത്. ഇപ്പൊ ജാനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് ആയിട്ടുണ്ട്. ഇത്രയും ദിവസത്തിനുള്ളിൽ ഒരു പ്രാവശ്യം പോലും അങ്കിളിന്റെ അടുത്ത് അങ്കിൾ ഒരിക്കലും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല നീ ഈ ഡയറ്റ് ഫോളോ ചെയ്തേ പറ്റുള്ളൂ, ഇങ്ങനെ നീ കഴിക്കാൻ പാടുള്ളൂ എന്നൊന്നും അങ്കിൾ പറഞ്ഞിട്ടില്ല. അങ്ങനെ ഡയറ്റ് ഫോളോ ചെയ്യാൻ അങ്കിൾ അമ്മയെ നിർബന്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ അത് വീഡിയോയിൽ പറയണമായിരുന്നു. വീഡിയോയിൽ അമ്മയുടെ സംസാരം കേട്ടാൽ അങ്കിൾ അമ്മയുടെ മേൽ ഇതെല്ലാം അടിച്ചേൽപ്പിക്കുകയാണെന്നാണ് തോന്നുക. അതാണ് പ്രശ്നം. ഇതാണ് ഞാനും പറഞ്ഞത്. സോഷ്യൽ മീഡിയ നമ്മൾ എന്ത് പറയുന്നു എന്നത് പോലെ തന്നെ നമ്മൾ എന്ത് പറയാതെ വിടുന്നു എന്നതും കൂടി ശ്രദ്ധിക്കണം. പറയേണ്ട സമയത്ത് പറയണം. ഇല്ലെങ്കിൽ നിങ്ങൾ പറയാത്ത കാര്യങ്ങൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന ആളുകൾ സ്വയം അങ്ങ് കൂട്ടിച്ചേർക്കാൻ തുടങ്ങും. എന്നിട്ട് അവരൊരു അനുമാനത്തിലെത്തും. അപ്പൊ ഒന്നുകിൽ ഒന്നും പറയാതിരിക്കുക, അല്ലെങ്കിൽ മുഴുവനും പറയുക. ഇതൊന്നും ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. എന്നെ ഇദ്ദേഹം ഡയറ്റ് ചെയ്യാൻ നിർബന്ധിക്കുന്നൊന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് തന്നെ തോന്നി ചെറിയൊരു മാറ്റമൊക്കെ വേണമെന്ന്. അതുകൊണ്ട് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇദ്ദേഹത്തിന് കൂടെ ഞാൻ ഡയറ്റ് എടുക്കുന്നുണ്ട് എന്നാണ് അമ്മ പറഞ്ഞതെങ്കിൽ ഇവിടെ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഞാൻ പറഞ്ഞത് പിടി കിട്ടിക്കാണുമെന്ന് കരുതുന്നു. എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. പിന്നെ അമ്മ എന്തുകൊണ്ടാണ് പിന്നെ ഇത് ചെയ്യുന്നത്? അമ്മ ഇത്ര കഷ്ടപ്പെട്ട് എന്തിനാണ് ഈ ഫുഡ് റൂട്ടീൻ കീപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു കുറെ പേരുണ്ട് നമ്മുടെ ഈ ഡയറ്റ് നോക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഈ ഇൻസ്റ്റയിൽ തന്നെ കുറെ റീൽസ് കാണുന്നതിലും അല്ലെങ്കിൽ നമുക്കറിയാവുന്ന പേഴ്സണലി ഉള്ള ഒരുപാട് പേര്, അല്ലെങ്കിൽ എന്റെ സിസ്റ്റർ രാവിലെ കഴിക്കുന്നത് എഗ്ഗാണ്. ഒരുപാട് പേര് ചിലപ്പോൾ അതിന്റെ കൂടെ ഒരു ബ്രൗൺ ബ്രെഡ് കഴിക്കുമായിരിക്കും, അല്ലെങ്കിൽ വെറുതെ എഗ് ആയിരിക്കും കഴിക്കുന്നത് ബോയിൽ ചെയ്ത്. അല്ലെങ്കിൽ എഗ്സ് കഴിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഡയറ്റിൽ അല്ലെങ്കിൽ രാവിലെ ഉൾപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഞാൻ അങ്ങനെ ചെയ്യാറില്ല, പക്ഷെ അത് ഉൾപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ് ആ മനുഷ്യൻ കൊടുക്കുന്നത്. അല്ലാണ്ട് രാവിലെ പഴങ്കഞ്ഞി മാത്രം നീ കുടിച്ചാൽ മതി, അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും ലെഫ്റ്റ് ഓവേഴ്സ് ഉണ്ടെങ്കിൽ കഴിച്ചാൽ മതി, അല്ലെങ്കിൽ നീ ഒന്നും കഴിക്കണ്ട, പട്ടിണിക്കല്ലല്ലോ ഇടുന്നത്. ഇത്രയും എന്താ പറയാ വില കൂടിയ നെയ്യിലൊക്കെ സോർട്ട് ചെയ്ത് അവര് ഒരു 4 എഗ്ഗ് വീതമാണ് ഓരോ ദിവസം കഴിക്കുന്നത്. ഈ ഒരു ഹെൽത്തി ഒരു ഫുഡ് ഫോളോ ചെയ്തതിന് ശേഷം ടച്ച് വുഡ് ഞാൻ പറയുന്നു, എന്റെ അമ്മയുടെ ഹെൽത്ത് പ്രോബ്ലംസ് എല്ലാം സോൾവ് ആയിട്ടുണ്ട്. എന്റെ അമ്മ കല്യാണത്തിന് മുന്നേ അമ്മയ്ക്ക് കാലുവേദന, നടുവേദന, അമ്മയ്ക്ക് കാലിൽ സർജറി ചെയ്തിട്ടുള്ള ആളാണ് മുട്ടിന്റെ അവിടെ. അത് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ നടക്കുന്നതിന് പ്രശ്നമില്ല. അമ്മയ്ക്ക് വേറെ അസിഡിറ്റി ഇഷ്യൂസും ഭയങ്കരമായിട്ട് അസിഡിറ്റിയുടെ ഒരു സർജറി കഴിഞ്ഞിട്ടുള്ള ആളായിരുന്നു. അതിന്റെ ഇഷ്യൂസ് ഇല്ല, പ്രശ്നങ്ങളും ഇല്ല, എല്ലാ കാര്യങ്ങളും അമ്മയ്ക്ക് ഓക്കെ ആയി. അമ്മ ഇതുവരെ കല്യാണത്തിന് ശേഷം എനിക്ക് അയ്യോ മോളെ അവിടെ വേദനയുണ്ട്, ഇവിടെ വേദനയുണ്ട്, നടുവേദനയുണ്ട്, കാലുവേദനയുണ്ട്, കൈവേദനയുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും നിങ്ങൾ എന്ത് മക്കളാണ്, നിങ്ങൾ എന്തെങ്കിലും അന്വേഷിക്കുന്നുണ്ടോ എന്ന്. ഞങ്ങളിവിടെ ഞങ്ങളുടെ അമ്മേനെ എപ്പോ വിളിക്കുന്നോ, എന്ത് വിളിക്കുന്നോ, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് എന്തൊക്കെ സംസാരിക്കുന്നു എന്നുള്ളതെല്ലാം നമുക്ക് സോഷ്യൽ മീഡിയയിൽ പറയാൻ പറ്റും? ഇല്ല, പറയാൻ പറ്റൂല. നിങ്ങളിപ്പോ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ പോലും സോഷ്യൽ മീഡിയയിൽ പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്ത ഹോം ടൂറും ഫുഡ് റൂട്ടീനും ഒന്നും ആക്ച്വലി സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് പറയാൻ പാടുള്ള കാര്യങ്ങളല്ല എന്നുള്ളതാണ്. അതാണ് സത്യം. അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നത്. ആളുകൾ അനാവശ്യമായി നിങ്ങളുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെടുന്നത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. നിങ്ങളായിട്ടാണ് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കുന്നത്. ആദ്യം നിങ്ങളത് മനസ്സിലാക്കണം. ബാക്കി പറഞ്ഞാലും
ഈവൻ ദോ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യമാണ് എന്റെ യൂട്യൂബിൽ ഇനി ഇവിടെ വീഡിയോസ് ചെയ്യണ്ടെന്നുള്ളത്. പക്ഷെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഏറ്റവും കൂടുതൽ ഇപ്പൊ എന്റെ നമ്മുടെ ഈ സബ്സ്ക്രൈബേഴ്സിനെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിലൊരു നമുക്കൊരു 3 കാറ്റഗറി ആയിട്ട് നോക്കുകയാണെങ്കിൽ ഒരു കാറ്റഗറി എന്റെ പാട്ട് പാടുന്നത് ഇഷ്ടപ്പെട്ട് എന്റെ പാട്ടിനെ സ്നേഹിക്കുന്ന ആൾക്കാരാണ് അതിലുള്ളത്. പാട്ട്. രണ്ടാമത്തേത് ഈ 3:30 AM മോർണിംഗ് റൂട്ടീനിലെ ഓഡിയൻസ് ആണെങ്കിൽ, മൂന്നാമത്തത് ഇപ്പൊ അമ്മയുടെ കല്യാണത്തിന് ശേഷമുള്ളത് അമ്മയുടെ ഓഡിയൻസ് ആണ്, അല്ലെങ്കിൽ അമ്മയുടെ അങ്കിളിന്റെ ലൈഫ് എങ്ങനെ ഉണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ ഈ 3 രീതിയിലുള്ള സബ്സ്ക്രൈബ്സിനെയും സാറ്റിസ്ഫൈ ചെയ്തിട്ട് വേണം ഞാൻ എന്റെ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ തീർച്ചയായിട്ടും ആ അമ്മേനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അങ്കിളിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യണം എന്ന് പറയുന്നത് എന്റെ ഒരു ഡ്യൂട്ടി ആയിട്ടാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും ഇവരുടെ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇവർ വരുന്ന സമയത്ത് ഞാൻ ഏറ്റവും വലിയ തെറ്റിദ്ധാരണയാണ് അച്ഛന്റെയും അമ്മയുടെയും ജീവിതം അറിയാൻ ആളുകൾക്ക് താല്പര്യമുണ്ട്. സോ അവരുടെ ജീവിതം ആളുകളിലേക്ക് എത്തിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണെന്ന് ചിന്തിക്കുന്നത് തന്നെ ആനമണ്ടത്തരമാണ്. ആളുകൾക്ക് അങ്ങനെ പല കാര്യങ്ങളും അറിയാൻ താല്പര്യം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. ഇന്നിപ്പോ ഫുഡ് റൂട്ടീൻ അറിയാൻ താല്പര്യം കാണിച്ചവർ തന്നെ നാളെ പക്ഷെ അവരുടെ ബെഡ്റൂം ജീവിതം കാണണമെന്ന് ആഗ്രഹം പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? അത് സാധിച്ചു കൊടുക്കുമോ? ഇല്ലല്ലോ. അത്ര മനസ്സിലാക്കിയാൽ മതി. പേഴ്സണലായി വെക്കേണ്ട കാര്യങ്ങൾ പേഴ്സണലായി തന്നെ വെക്കണം. അതിൽ യാതൊരു കോംപ്രമൈസും പാടില്ല. നിങ്ങളുടെ റീച്ചിന് വേണ്ടി അമ്മയുടെയും അച്ഛന്റെയും ജീവിതം ആളുകൾക്ക് മുന്നിൽ എത്തിക്കുമ്പോൾ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നിങ്ങളുടെ അമ്മയും അച്ഛനെയും ഒക്കെ തന്നെയാണ്. സോ ഇനിയെങ്കിലും എന്തൊക്കെ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നതിനെ കുറിച്ചൊക്കെ ഒരു അവബോധം ഉണ്ടാക്കി വെക്കുന്നത് എന്തുകൊണ്ട് നന്നായിരിക്കും. കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.